ഈ അദ്ധ്യായത്തിൽ ശലോമോൻ രാജാവിന് കിട്ടിയ സ്വപ്ന ദർശനവും രാജാവ് വിവേകപൂർവം ഒരു കുഞ്ഞിനു വേണ്ടി 2 പേർ അവകാശം സ്ഥാപിക്കുമ്പോൾ അതാരുടേതെന്ന് ബോധ്യപ്പെടുത്തിയ ഒരു രംഗവും നമുക്കിതിൽ കാണാൻ പറ്റും. രാജാക്കന്മാർ അധ്യായം 3. അനന്തരം ശലോമോൻ മിസ്രൈം രാജാവായ ഫറവോനുമായി ബന്ധപ്പെട്ടു. ഫറവോന്റെ മകളെ വിവാഹം ചെയ്തു. തൻ്റെ അരമനയും കർത്താവിൻ്റെ ആലയവും യെരൂശലേമിനു ചുറ്റും കോട്ടയും പണിതു തീരുവോളം അവളെ ദാവീദിൻ്റെ നഗരത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. എന്നാൽ ആ കാലം വരെ ദൈവത്തിൻ്റെ നാമത്തിന് ഒരു ആലയം പണിയാതെ ഇരുന്നതുകൊണ്ട് ജനം ബലിപീഠങ്ങളിൽ വച്ച് യാഗം കഴിച്ചു പോന്നു. ശലോമോൻ കർത്താവിനെ സ്നേഹിച്ചു. തൻ്റെ പിതാവായ ദാവീദിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് നടന്നു. എങ്കിലും അവൻ പൂജാഗിരികളിൽ വെച്ച് യാഗം കഴിക്കുകയും ധൂപമർപ്പിക്കുകയും ചെയ്തു. രാജാവ് ഗിബെയോനിൽ യാഗം കഴിപ്പാൻ പോയി. അത് പ്രധാന പൂജാഗിരിയായിരുന്നു. അവിടുത്തെ യാഗപീഠത്തിന്മേൽ ശലോമോൻ 1000 ഹോമയാഗം അർപ്പിച്ചു. ഗിബെയോനിൽ വെച്ച് കർത്താവ് രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നിനക്കിഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളുക എന്ന് അരുളി ചെയ്തു. അതിന് ശലോമോൻ പറഞ്ഞത്, എൻ്റെ പിതാവായ ദാവീദ് എന്നെ നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നത് നിമിത്തം നീ അവന് വലിയ കൃപ ചെയ്തു. ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അവനൊരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ പിതാവായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാൻ ഓരോ ബാലനത്രേ കാര്യങ്ങൾ നടത്തുവാൻ എനിക്കറിയില്ല. നീ തിരഞ്ഞെടുത്തതും ബാഹുല്യം മൂലം എണ്ണവും കണക്കും ഇല്ലാത്തതുമായ വലിയൊരു ജാതിയായ നിന്റെ ജനത്തിൻ്റെ മധ്യേ അടിയൻ ഇരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. അതില്ലാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ദൈവം അവനോട് അരുളി ചെയ്തു, നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിലുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകവുമുള്ള ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പുണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാവുകയുമില്ല. ഇതിനു പുറമേ നിന്റെ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ ആയുഷ്പര്യന്തം രാജാക്കന്മാരിൽ ഒരുവനും നിനക്ക് സമനാകയില്ല. നിന്റെ പിതാവായ ദാവീദ് നടന്നതുപോലെ നീ എൻ്റെ നിയമങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എൻ്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ്സ് തരും. ശലോമോൻ ഉറക്കമുണർന്നപ്പോൾ അത് ദർശനം എന്ന് മനസ്സിലാക്കി. പിന്നെ അവൻ യെരൂശലേമിൽ മടങ്ങി വന്ന് ദൈവത്തിൻ്റെ നിയമപെട്ടകത്തിൻ്റെ മുമ്പാകെ നിന്ന് ഹോമയാഗങ്ങൾ അർപ്പിച്ചു, സമാധാനയാഗങ്ങളും അർപ്പിച്ചു. തൻ്റെ സകല ഭൃത്യന്മാർക്കും വിരുന്ന് കഴിച്ചു. അനന്തരം 2 വേശ്യകൾ രാജാവിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ മുമ്പാകെ നിന്നു.
അവരിൽ ഒരുവൾ പറഞ്ഞു, യജമാനനെ, അടിയനും ഇവളും ഒരു വീട്ടിൽ പാർക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന വീട്ടിൽ വച്ച് ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഞാൻ പ്രസവിച്ചതിൻ്റെ 3-ാം ദിവസം ഇവളും പ്രസവിച്ചു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഞങ്ങൾ 2 പേരും ഒഴികെ ആ വീട്ടിൽ മറ്റാരും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ രാത്രി ഇവൾ തൻ്റെ മകൻ്റെ മേൽ കിടന്നു പോയതുകൊണ്ട് അവൻ മരിച്ചുപോയി. അവൾ അർദ്ധരാത്രി എഴുന്നേറ്റു. അടിയൻ ഉറങ്ങുന്ന സമയം അടിയൻ്റെ അരികെ നിന്ന് അടിയൻ്റെ മകനെ എടുത്തു അവളുടെ വശത്തും അവളുടെ മരിച്ച മകനെ അടിയൻ്റെ വശത്തും കിടത്തി. രാവിലെ കുഞ്ഞിന് മുല കൊടുപ്പാൻ അടിയൻ എഴുന്നേറ്റപ്പോൾ അത് മരിച്ചിരിക്കുന്നതായി കണ്ടു. വെളിച്ചമായ ശേഷം അടിയൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് അടിയൻ പ്രസവിച്ച കുഞ്ഞല്ല. അപ്പോൾ മറ്റേ സ്ത്രീ, അങ്ങനെയല്ല, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ്, മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. ഇവളോ, മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ രാജാവിന് മുമ്പിൽ തമ്മിൽ വാദിച്ചു. അപ്പോൾ രാജാവ് കൽപ്പിച്ചു, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ്, മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് ഇവൾ പറയുന്നു. അങ്ങനെയല്ല, മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ് എന്ന് മറ്റേവൾ പറയുന്നു. ഒരു വാൾ കൊണ്ടുവരുവിൻ എന്ന് രാജാവ് കൽപ്പിച്ചു. അവർ ഒരു വാൾ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ 2ആയി പിളർന്നു. പകുതി ഒരുവൾക്കും പകുതി മറ്റവൾക്കും കൊടുപ്പിൻ എന്ന് കൽപ്പിച്ചു. ഉടനെ ജീവനുള്ള കുഞ്ഞിൻ്റെ അമ്മ തൻ്റെ കുഞ്ഞിനെ കുറിച്ച് മനം നൊന്തുകൊണ്ട് രാജാവിനോട്, അയ്യോ, എൻ്റെ യജമാനനെ, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലുകയരുത്, അതിനെ അവൾക്ക് കൊടുത്തു കൊള്ളുക എന്ന് പറഞ്ഞു. മറ്റേവളോ, എനിക്കും വേണ്ട, നിനക്കും വേണ്ട, അതിനെ പിളർക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ്, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത്, അവൾക്ക് കൊടുപ്പിൻ, അവൾ തന്നെ അതിൻ്റെ അമ്മ എന്ന് കൽപ്പിച്ചു. രാജാവ് കൽപ്പിച്ച വിധി ഇസ്രായേൽ എല്ലാം അറിഞ്ഞു. ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനം രാജാവിൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് കണ്ട് അവനെ ഭയപ്പെട്ടു. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.